വി കെയർ പാലിയേറ്റീവിന്റെ സ്കൂൾ വണ്ടി പുറപ്പെട്ടു. കിടപ്പ് രോഗികളുടെയും ക്യാൻസർ, കിഡ്നി രോഗികളുടെയും മാറാരോഗമുള്ളവരുടെയും മക്കൾക്ക് അവരുടെ ഭവനങ്ങളിൽ ബാഗ്, പുസ്തകം, കുട, പേന, പെൻസിൽ എന്നിവ കൊണ്ടെത്തിക്കുന്ന വി കെയർ പാലിയേറ്റീവ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്കൂൾ വണ്ടിയുടെ ഫ്ളാഗ് ഓഫ് കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ നിർവഹിച്ചു. അർഹതപ്പെട്ടവരെ കണ്ടെത്തി അവരുടെ അടുക്കലെത്തി ചേർത്തുപിടിക്കുന്ന വി കെയറിന്റെ ദൗത്യം ഹൃദയങ്ങളിൽ നിന്നുടലെടുക്കുന്ന സ്നേഹത്തിന്റെ പ്രതീകമാണെന്ന് ഹണി പറഞ്ഞു. വി കെയർ പാലിയേറ്റീവ് ചാരിറ്റി ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ, ജോല വിമൻസിൻ്റെ പവറിൻ്റെ നേതൃത്വത്തിൽ, ചാരിറ്റബിൾ ട്രസ്റ്റ്, കൊല്ലം ചർച്ച്, ഇതിനെല്ലാം പ്രിയപ്പെട്ട ഭാരവാഹികൾ ൻ്റെ നേതൃത്വത്തിൽ 9ാമത്തെ വർഷമാണ് ഈ സ്കൂൾ വണ്ടി ഇന്നിവിടെ നിന്ന് ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സഹായങ്ങൾ ഗവൺമെൻറ്റിന് പുറമേ നിന്നുകൊണ്ട് ഇത്തരം ചാരിറ്റി സംഘടനകൾ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റവും അഭിമാനാർഹമാണ്. ഇത് നമ്മുടെ സാധാരണ പാലിയേറ്റീവ് പേഷ്യൻസിന്, അവരുടെ കുടുംബാംഗങ്ങൾക്കും നാടിന് തന്നെ വളരെ മാതൃകയായ നിലയിലാണ് വി കെയർ പാലിയേറ്റീവ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സ്കൂൾ ആവശ്യങ്ങൾക്കുള്ളവ സ്വീകരിക്കുന്ന ഒരാളുടെയും ഫോട്ടോ എടുക്കാതെ അവർക്ക് പ്രത്യേക ബഹുമാനം നൽകുന്ന സ്കൂൾ വണ്ടി അനുകരണീയമാണെന്നും മേയർ പറഞ്ഞു. വി കെയർ പാലിയേറ്റീവ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിനൊപ്പം കൊല്ലം ചർച്ച് ചാരിറ്റബിൾ ഫെലോഷിപ്പ് ചർച്ച്, ജോല വിമൻസ് പവർ എന്നിവർ കൂടി സഹകരിച്ചാണ് സ്കൂൾ വണ്ടി പദ്ധതി ഈ വർഷം നടപ്പിലാക്കുന്നത്. വി കെയർ പാലിയേറ്റീവ് ചെയർമാൻ ജോർജ് സേവ്യർ വലിയ വീട് അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 8 വർഷമായിട്ട് വി കെയർ പാലിയേറ്റീവിൻ്റെ നേതൃത്വത്തിൽ കിടപ്പ് രോഗികൾ, ക്യാൻസർ പേഷ്യൻസ്, കിഡ്നി പേഷ്യൻസ്, അങ്ങനെ മാരകമായ രോഗമുള്ള വ്യക്തികളുടെ മക്കൾക്ക് സ്കൂൾ ബുക്ക്, ബാഗ്, കൊട, പേന, പെൻസിൽ, ഇങ്ങനെ അത്യാവശ്യ സാധനങ്ങൾ ഉൾപ്പെടുന്ന ബാഗ് കിറ്റ് അത് അവരുടെ വീടുകളിൽ എത്തിക്കുകയായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. വി കെയർ പാലിയേറ്റീവിൻ്റെ തുടക്കം നാളുകളിൽ പലപ്പോഴും മറ്റു സംഘടനകളൊക്കെ അവർക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് വി കെയർ പാലിയേറ്റീവിൻ്റെ വർക്ക് ചെയ്തിരുന്നെങ്കിലും കഴിയുന്നതും പേര് ഏറ്റവും അവസാനമൊക്കെ വെച്ചാണ് നമ്മൾ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് രജിസ്റ്റർ ചെയ്തതിനു ശേഷം പൂർണ്ണമായിട്ടും വി കെയർ പാലിയേറ്റീവിൻ്റെ നേതൃത്വത്തിൽ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ തന്നെയാണ് ചെയ്യുന്നത്. മറ്റു സംഘടനയോട് ചേർത്തിരുന്നു. ഈ പ്രാവശ്യം വി കെയർ പാലിയേറ്റീവിനൊപ്പം കൊല്ലം ചർച്ച് ചാരിറ്റബിൾ ഫെലോഷിപ്പ് ചർച്ച് എന്ന് പറയും, അവരും അതുപോലെ ജോല വുമൻസ് പവറും നമ്മളോട് കൈകോർക്കുന്നു. ഈ ഇൻ്റർനാഷണൽ പീപ്പിൾ ഈ പോളിസി ഇപ്പോഴോ അതിൻ്റെ അല്ലാതെ തന്നെ അതിൻ്റെ ഭാഗമാണ്. വി കെയർ പാലിയേറ്റീവിൻ്റെ മറ്റൊരു സാംസ്കാരിക മേഖല ഭാഗമാണ്. അപ്പോൾ എല്ലാവരുടെയും ഒരു കൈകോർക്കൽ ഈ പ്രവർത്തനത്തിലുണ്ട്. ട്രഷറർ ബെറ്റ്സി എഡിസൺ, വൈസ് ചെയർമാൻ ഇഗ്നേഷ്യസ് വിക്ടർ, ജനറൽ കോർഡിനേറ്റർ ക്യാപ്റ്റൻ ക്രിസ്റ്റഫർ ഡിക്കോസ്റ്റ, എഡ്യൂക്കേഷൻ മിനിസ്ട്രി കോർഡിനേറ്റർ ഡോക്ടർ വിൽസൺ ഏലിയാസ്, മധ്യവിരുദ്ധ സമിതി നേതാവ് AJ ഡിക്രൂസ്, ജ്വാല വിമൻസ് പവർ ട്രഷറർ സോജാലിൻ ഡേവിഡ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്കൂൾ വണ്ടി ഓരോ വീടുകളിലുമെത്തി സ്കൂൾ ഉൽപ്പന്നങ്ങൾ കൈമാറി. കരുതൽ ന്യൂസ്, കൊല്ലം.